വളരെ തിരക്കേറിയ ഒരു ബിസിനസ് ജീവിതത്തിനിടയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം സാമൂഹിക പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുവാൻ എങ്ങനെ സമയം കണ്ടെത്തുന്നു? ഞാൻ മുൻപ് പറഞ്ഞ പോലെ പിതാവിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കാം. ബാംഗ്ലൂർ വന്നപ്പോഴും അറിഞ്ഞോ അറിയാതെയോ കുറേ സമയം ഇതുപോലെ പൊതുപ്രവർത്തനങ്ങളിലോ സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ ചെലവഴിക്കാൻ കഴിഞ്ഞത് ഉള്ള ഒരു മാനസിക രീതി ഉണ്ടായത് അതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും സാറിൻ്റെ കുടുംബം? എനിക്ക് എൻ്റെ ഭാര്യ വത്സ കരിപ്പാപ്പറമ്പ് കുടുംബാംഗമാണ്. കേരളത്തിലെ കൂർഗിലെ എസ്റ്റേറ്റ് ഉള്ളതൊരു കോഫി പ്ലാന്ററായിരുന്ന കെ തോമസിൻ്റെ മകളാണ്. കൂർഗിലായിരുന്നുകൊണ്ട് വിദ്യാഭ്യാസം മാംഗ്ലൂറും മൈസൂരിലുമൊക്കെ ആയിരുന്നു വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. 4 മക്കളാണുള്ളത്. മൂത്ത പുത്രൻ റോഷൻ അല്ലെങ്കിൽ ജോസഫ് കുഞ്ചെറിയ എന്ന അവൻ്റെ ഒഫീഷ്യൽ നെയിം. കോലാപ്പൂരിൽ ഞങ്ങൾക്കൊരു 16 വർഷമായ ഫാക്ടറി, കോലാപ്പൂർ റബ്ബർ ഫാക്ടറി ഉണ്ട്. അത് നടത്തിക്കൊണ്ട് പോകുന്നത് റോഷൻ അല്ലെങ്കിൽ ജോസഫ് കുഞ്ചെറിയാണ്. രണ്ടാമത്തെ മകൻ വിദ്യാഭ്യാസത്തിന് ശേഷം അമേരിക്കയിലായിരുന്നു 5 വർഷം, പിന്നീട് 5 വർഷം ലണ്ടനിലായിരുന്നു. ഇപ്പോഴേ കുറച്ചുകൂടി ബാംഗ്ലൂരിനോട് അടുത്ത് വരാനുള്ള സൗകര്യത്തിനായി ദുബായിൽ ജോലിയിലാണ്. മൂന്നാമത്തെ ദുബായിലെ മാസ്റ്റർ കാർഡിൻ്റെ സീനിയർ കൺസൾട്ടൻ്റായിട്ട് ദുബായിൽ ജോലി ചെയ്യുന്നു. ഇളയ പുത്രൻ, രണ്ടാമത്തെ പുത്രൻ്റെ പേര് തോമസ് കുഞ്ചെറിയ, ദുബായിലുള്ള. മൂന്നാമത്തേത് റോബിൻ കുഞ്ചെറിയ. ഈ കഴിഞ്ഞ 6 വർഷമായി MBA കഴിഞ്ഞ് ന്യൂസിലൻഡിലായിരുന്നു. പ്രായമായി ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന കാരണം കൊണ്ട് ന്യൂസിലൻഡിൽ നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലേക്ക് തിരിച്ച് പെർമനൻ്റായിട്ട് പോന്നു. ഇവിടെ ഇപ്പം IBM-ൽ ജോലി ചെയ്യുന്നു. നാലാമത്തത് മകളാണ് റോസ്ലിൻ, വിവാഹം കഴിച്ച് തൃശ്ശൂരിലാണ്. ചാക്കോള കുടുംബാംഗമായ ടിനുവാണ് റോസ്ലിൻ്റെ ഭർത്താവ്. വ്യവസായ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് ചാക്കോള. ഒരു സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. എത്രത്തോളമാണ് സാറിൻ്റെ കുടുംബം ഇത്തരം കാര്യങ്ങളിൽ സാറിനെ സഹായിച്ചിട്ടുള്ളത്? ഒരുപക്ഷെ കുടുംബത്തിന് കൊടുക്കേണ്ട കുറച്ച് സമയം ഈ പൊതുപ്രവർത്തനത്തിന് പോയതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ അതിനെ വിപരീതമായ അല്ലെങ്കിൽ അവർ പ്രോത്സാഹിപ്പിക്കല്ലാതെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അവർക്ക് കിട്ടേണ്ട കുറച്ച് സമയം തീർച്ചയായും പൊതുരംഗത്ത് പോകുമ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. മാതാവിൻ്റെ സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. സാറിൻ്റെ മാതാവ് എത്രത്തോളമാണ് സാറിൻ്റെ ജീവിതം? ഒരുപക്ഷെ മറ്റു വ്യക്തികളോടുള്ള ഇടപെടലിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അമ്മയായിരിക്കാം. എല്ലാവരോടും വളരെയേറെ സഹിഷ്ണുതയോടും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ താല്പര്യം കണ്ടെത്തുകയും അവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നതുമായ ഒരു സ്ത്രീയായിരുന്നു അമ്മ. പൊതുപ്രവർത്തനത്തിൽ ഒരുപക്ഷെ അതും എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്തു തോന്നുന്നു? തീർച്ചയായും ഞാൻ സംതൃപ്തനാണ്. കാരണം പ്രവർത്തന മേഖലകളിൽ മറ്റുള്ളവരുടെ സഹകരണം ലഭിക്കാൻ, കുടുംബാംഗങ്ങളുടെ സഹകരണം ലഭിക്കാൻ, സഹോദരന്മാരുടെ സഹോദരിമാരുടെ കുടുംബത്തിൻ്റെ സഹകരണം കിട്ടാൻ ഈ രംഗത്ത് തീർച്ചയായും ഞാൻ സംതൃപ്തനാണ്. എന്താണ് നാളത്തെ സമൂഹത്തെക്കുറിച്ചുള്ള സാറിൻ്റെ സ്വപ്നം? ഇപ്പോഴേ കൈരളി നഗര എഡ്യൂക്കേഷൻ ട്രസ്റ്റിനെ സംബന്ധിച്ചാണെങ്കിൽ സ്കൂൾ ഒരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള നല്ല നിലവാരം പുലർത്തുന്ന സ്കൂളുകൾ, ഏതാനും സ്കൂളുകൾ കൂടി തുടങ്ങണമെന്ന ഒരു ആഗ്രഹമുണ്ട്. കൂടെയുള്ള ഇന്നിപ്പോൾ നീക്കിബാക്കി വെക്കാൻ സാധിക്കുന്ന മറ്റുള്ളവരുടെ സഹകരണത്തോടു കൂടി വളരെ ബുദ്ധിമുട്ടില്ലാതെ അടുത്ത 3-4 വർഷം കൊണ്ട് അത് നേടിയെടുക്കാൻ സാധിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു.
അതിനെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒട്ടനവധി സാറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയെ, സാമൂഹിക ബന്ധങ്ങളോടുള്ള സാറിൻ്റെ വലിയ സ്വപ്നത്തെക്കുറിച്ചാണ് സാർ വിശദീകരിച്ചത്. അതാണ് ഗ്രേറ്റ്, അതാണ് ഒരു മനുഷ്യന് വേണ്ടതെന്നുള്ളതാണ്. അത് സമൂഹത്തിന് സാറിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു.